നമുക്ക് ബീട്രൂട്ട് എന്ന് പറയുന്നത് വെറും 5 രൂപയ്ക്ക് കിലോയ്ക്ക് കിട്ടാവുന്നതാണ്. ഇത് 1 ലിറ്റർ ഉണ്ടാക്കിയെന്നാൽ നമുക്ക് 500 രൂപയ്ക്ക് വേണമെങ്കിലും വിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് പറഞ്ഞുകൊള്ളട്ടെ. അത് പഴകും തോറും അതിൻ്റെ രുചിയും വീര്യവും കൂടുകയും ചെയ്യും. ഇത് BP കുറയ്ക്കാനായിട്ട് കൺട്രോളിൽ കൊണ്ടുവരുത്താനായിട്ട് ഏറ്റവും നല്ല സാധനമാണ്. ഇത് ഹാർട്ട് ഫെയിലിയർ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലൊരു ഭക്ഷണ സാധനമാണ്. നമ്മൾ പലപ്പോഴും വളരെയധികം വില കൊടുത്ത് വിപണിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന പല സാധനങ്ങളുണ്ട്. അതിനേക്കാൾ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും പലപ്പോഴും അത് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കി നമുക്ക് വേണമെങ്കിൽ വിപണിയിലേക്ക് വിൽക്കുകയും ചെയ്യുന്നത് വഴി പൈസ സമ്പാദിക്കാവുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള വിഭവങ്ങളുണ്ട്. അത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. നമ്മുടെ പണം അധികം ചിലവാക്കാതെ നോക്കാം. നമ്മളൊന്ന് ശ്രമിച്ചെന്നാൽ 5 രൂപയിൽ നിന്ന് 500 രൂപ വരുമാനവും ഉണ്ടാക്കാം. ഇനി വേറൊരു രസകരമായിട്ടുള്ള സംഗതി, പലപ്പോഴും നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനൊക്കെ പറയുമ്പോൾ പല ആളുകളും അത് കേട്ടിട്ട് പോകും. അതൊന്നും പാലിക്കലുണ്ടാവില്ല. മദ്യപിക്കരുത് എന്ന് പറഞ്ഞെന്നാലും സ്ഥിരം മദ്യപിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കൂസലുമില്ലാതെ നടക്കുന്നവരുണ്ട്. അതുപോലെ പലപ്പോഴും പല ആളുകൾക്കും ഈ ഭക്ഷണത്തിന് മുൻപ് വൈൻ അപ്പറ്റൈസർ കഴിക്കുന്ന ഒരു ശീലമുണ്ട്. പലപ്പോഴും ഈ വൈൻ പുറത്തുനിന്ന് ഒത്തിരി പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. എന്നാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു വൈൻ പരിചയപ്പെടാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നും കൂടിയാണെങ്കിലോ വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാവുന്ന ഒന്നും കൂടിയാണ്. മാത്രമല്ല അത് നമ്മുടെ സ്കിന്നിന് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻ കിട്ടാനായിട്ട്, നമ്മുടെ മുടിയുടെ തിളക്കത്തിന് വൈറ്റമിൻസും കരോട്ടനോയിഡ്സും കൂടുതലും ഒക്കെ കിട്ടുന്ന ബീട്രൂട്ട് വൈൻ എന്ന് പറയുന്ന ഒരു വിഭവത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അത് എല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വളരെ രസകരമായിട്ട് അത് ഉണ്ടാക്കുകയും വെറും 2 ആഴ്ച കൊണ്ട് അത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വീട്ടിൽ ഭരണിയിൽ അല്ലെങ്കിൽ കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചെന്നാൽ അത് പഴകും തോറും അതിൻ്റെ രുചിയും വീര്യവും കൂടുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ബീട്രൂട്ട് എന്ന് പറയുന്നത് വെറും 5 രൂപയ്ക്ക് കിലോയ്ക്ക് കിട്ടാവുന്നതാണ്. ഇത് 1 ലിറ്റർ ഉണ്ടാക്കിയെന്നാൽ നമുക്ക് 500 രൂപയ്ക്ക് വേണമെങ്കിലും വിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് പറഞ്ഞുകൊള്ളട്ടെ. ജസ്റ്റ് 14 ദിവസം, വെറും 2 ആഴ്ച മാത്രമേ ഇതിന് സമയമുള്ളൂ. ഇതുകൊണ്ടുള്ള ഗുണഗണങ്ങൾ നമുക്ക് പറയാം. ഇത് BP കുറയ്ക്കാനായിട്ട് കൺട്രോളിൽ കൊണ്ടുവരുത്താനായിട്ട് ഏറ്റവും നല്ല സാധനമാണ്. അതിന് കാരണം അതിനുള്ള ആൻറ്റി ഓക്സിഡൻസും കരോട്ടനോയിഡ്സും തന്നെയാണ്. ഇത് ഹാർട്ട് ഫെയിലിയർ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലൊരു ഭക്ഷണ സാധനമാണ്. മാത്രമല്ല നമ്മുടെ വയറിൽ ദഹനം പ്രോപ്പർ ആകാനായിട്ട് ഇത് ഒരു പരിധിവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം നല്ല പച്ചിലയിൽ നിന്ന് അല്ലെങ്കിൽ പച്ചക്കറിയിൽ നിന്നുണ്ടാകുന്ന സാധനമാണ്. പലപ്പോഴും നമുക്ക് ഈ മണ്ണിനടിയിൽ വളരുന്ന പല സാധനങ്ങളും ആരോഗ്യത്തിന് നല്ലതല്ല. കപ്പ, ചേന, ചേമ്പ് തുടങ്ങിയവയൊന്നും ഹൈ സ്റ്റാർച്ച് കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് അത് നല്ല ഭക്ഷണമായിട്ട് പറയാറില്ല. എന്നാൽ ഇതിന് അപവാദമായിട്ടുള്ള 2 സാധനങ്ങളേ ഉള്ളൂ. ഒന്ന് ക്യാരറ്റ്, വേറൊന്ന് നമ്മുടെ ബീട്രൂട്ടാണ്. ബീട്രൂട്ടിൻ്റെ ആ കളർ തന്നെ അതിൻ്റെ കരോട്ടനോയിഡ്സിൻ്റെ കണ്ടൻറ്റ് വ്യക്തമാക്കുന്നതാണ്. നമ്മുടെ നിറവും നമ്മുടെ സ്കിന്നും അതുപോലെ തിളക്കമുള്ളതാകാൻ അത് കഴിക്കുന്നത് സഹായിക്കും. നമ്മുടെ ഏജിങ് കുറയ്ക്കാൻ, അതായത് പ്രായം കുറയ്ക്കാൻ പോലും അത് സഹായിക്കും. കാരണം വൈറ്റമിൻ സിയുടെ അളവ് അതിനകത്ത് കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ടും ഇത് നമ്മുടെ മസിൽസിൻ്റെ വലിപ്പം വയ്ക്കാനും പേശിബലം ഉണ്ടാകാനായിട്ടും അത് സഹായിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം ഇത് ഡിമെൻഷ്യ അല്ലെങ്കിൽ ഓർമ്മക്കുറവ്, അൽഷിമേഴ്സ് പോലുള്ള അസുഖങ്ങളെ തടയും എന്നുള്ളതാണ്. വേറൊരു പ്രധാനപ്പെട്ട സംഗതി, ഇതിൽ ഫോളേറ്റ് കണ്ടൻറ്റ്, അതായത് അയൺ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് വിളർച്ച, അനീമിയ, രക്തക്കുറവ് ഇത് പരിഹരിക്കാനായിട്ട് വളരെ നല്ലൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന്, ഗർഭിണികൾക്ക് ഈ ബീട്രൂട്ട് കൂടുതലായിട്ട് കഴിക്കുന്നത് കുഞ്ഞ് നല്ല നിറം വയ്ക്കാനായിട്ടും കൂടി സഹായിക്കും എന്ന് ഓർമ്മിപ്പിക്കട്ടെ. BP കുറയ്ക്കാനായിട്ട് അത് വളരെ നല്ല സാധനമാണെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അതതിൻ്റെ പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ടും അതിന് ന്യൂട്രീഷൻ നല്ലതുകൊണ്ടും അതിനുള്ളിലെ നൈട്രേറ്റ്സ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ടും വാസോ ഡയലറ്റേഷൻ, ബ്ലഡ് വെസൽസിനെ വികസിപ്പിക്കാനായിട്ടും സഹായിക്കുന്നതുകൊണ്ടാണ്. അത് മാത്രമല്ല ഇതിലെ അടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡ്സ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് അത് കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ടും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം.
ഇതിനാവശ്യമായിട്ടുള്ള സംഗതി 1 കിലോഗ്രാം ബീട്രൂട്ട്, അത് തൊലി ചെത്തി ക്ലീൻ ചെയ്ത് നല്ല നുറുക്കിയെടുക്കുന്ന 1 കിലോഗ്രാം ബീട്രൂട്ട്. വേറൊന്ന് 1 കിലോഗ്രാം പഞ്ചസാരയാണ്. പഞ്ചസാരയിൽ നമ്മളത് ഫെർമെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിന് ഇത് നല്ല സാധനമല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു കേട്ടോ. ഏലക്ക, ഗ്രാമ്പു, പട്ട, ഇത് മൂന്നും നമുക്ക് 10 ഗ്രാം വീതം വേണം. 1 നുള്ള് ഈസ്റ്റ് വേണം. അതുപോലെ ഗോതമ്പ് ചതച്ചത് 2 ടീസ്പൂണും കൂടി വേണം. ഇത്രയും നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കുക. ഈ ഇത്രയും കണ്ടൻസ് കൂട്ട് പറഞ്ഞതെല്ലാം കണ്ടൻസ് മിക്സിയിലിട്ട് അരയ്ക്കുക. എന്നിട്ട് ഇത് നികലാൻ മാത്രം വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണമുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം ഈ പഞ്ചസാരയും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. പഞ്ചസാര നമ്മൾ ആദ്യമേ ആഡ് ചെയ്യാത്തതിൻ്റെ കാരണം അത് അതിൻ്റെ ചണ്ടിയിലെല്ലാം അത് പറ്റിപ്പിടിച്ച് നമുക്ക് ഷുഗർ ലോസ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 1 കിലോഗ്രാം പഞ്ചസാര നമ്മളിതെല്ലാം ചേർത്തതിന് ശേഷമാണ് ഷുഗർ ആഡ് ചെയ്യുക. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് ചതച്ച് ചേർത്തിട്ട് ഒരു ജാറിൽ നമ്മൾ അടച്ച് വയ്ക്കുന്നു. അതിൻ്റെ അതോടൊപ്പമാണ് നമ്മൾ ഈസ്റ്റും ഗോതമ്പും കൂടി ചേർക്കുന്നത്. അപ്പം എന്നിട്ട് ഇതെല്ലാ ദിവസവും നമ്മൾ തുറന്നിട്ട് ഒന്ന് ഇളക്കണം. അതുകൊണ്ടാണ് ഭരണിയിൽ വയ്ക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞത്. എന്നിട്ട് 2 ആഴ്ചയാകുമ്പോൾ കൃത്യം 14ാമത്തെ ദിവസമാകുമ്പോൾ ഇത് നമുക്ക് അരിച്ച് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം. ഇത് അടച്ച് വയ്ക്കാം. അപ്പം തന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ആ സാധനം കൊണ്ട് നല്ല രുചികരമായിട്ടുള്ള അച്ചാറുണ്ടാക്കാം എന്നുള്ളത്. കാരണം ഇതിനകത്ത് ഒട്ടും ലോസ് വരുന്നില്ല. ഈ ബീട്രൂട്ടിൻ്റെ ചണ്ടി വേസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പോലും പറയാൻ പറ്റില്ല. അതൊരു ബൈ പ്രൊഡക്റ്റായിട്ട് നല്ല രുചികരമായിട്ടുള്ള അച്ചാറിൻ്റെ സ്വാദ് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം ഊറുന്ന രീതിയിൽ ടേസ്റ്റി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. അതിന് ഇത്രയേ ഉള്ളൂ. ഇച്ചിരി അച്ചാർ പൊടി ഇടുക, എന്നിട്ടത് വഴറ്റിയെടുക്കുക. എന്നിട്ട് സാധാരണ അച്ചാർ ഉണ്ടാക്കുന്നത് പോലെ നമുക്കത് കുപ്പിയിലാക്കി അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് 5 രൂപ കിലോയ്ക്ക് വിലയുള്ള ബീട്രൂട്ടിൽ നിന്ന് നല്ല രുചിയുള്ള, നല്ല വീര്യമുള്ള വൈനും നല്ല രുചിയുള്ള അച്ചാറും ഉണ്ടാക്കാം. നമ്മുടെ ആരോഗ്യത്തിനും അത് ഒരുപാട് സഹായങ്ങൾ ചെയ്യും. എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.